Go and set that side. Sir. എവിടെ അവൻ? മര്യാദയ്ക്ക് പറഞ്ഞാൽ എല്ലാവർക്കും രക്ഷപ്പെടാം. സാറ് ആരെ ഉദ്ദേശിക്കുന്നത്? നിന്റെ ആക്ടിംഗ് ഒക്കെ വല്ല സീരിയലിലും മതി. നിന്റെ മറ്റവനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്താണോ? വീട് ലോക്കാണ് സർ. അകത്ത് കയറി നോക്കണോ? എവിടെയാടേ എവിടെയാടേ അവനെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പറയണേ. സർ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. മാന്യത അയ്യാടി. കണ്ട വാടക ഗുണ്ടകൾക്ക് കയറി നിറങ്ങാൻ സൗകര്യം കൊടുത്തിട്ട് ചാരിത്രം വിളമ്പുന്നോടി. സത്യം പറഞ്ഞ രവിശങ്കറിനെ കൊല്ലാൻ വേണ്ടിയല്ലേ ശരവണ്ണ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സറിവില്ലാത്ത കാര്യമാണ്. തള്ളയാണ് കിള്ളയാണെന്നൊന്നും ഞാൻ നോക്കൂല. ഒരു കീറി വെച്ചെണ്ണുണ്ടല്ലോ. അയാൾ ഇവിടെ പണയത്തിന് താമസിക്കുന്നതാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ കരാറിന്റെ കടലാസ് കാണിച്ചു തരാം. കടലാസും മണ്ണാങ്കട്ടയൊന്നും എനിക്ക് കാണണ്ടതല്ലേ. അവൻ എവിടെയാണെന്നാ എനിക്ക് അറിയേണ്ടത്. ഞങ്ങൾക്കറിയില്ല സർ. കളവ കുഴിയിലേക്ക് എടുക്കാൻ നേരത്ത് നുണ പറയുന്നു. ഉള്ള സത്യം പറഞ്ഞ് കഴിച്ചിലായില്ലേ ഒക്കത്തിനെ ഞാൻ പൊക്കിയെടുത്ത് അകത്താക്കും. വിളിക്കാൻ കണ്ടൊരു സമയം. എന്താണ് നിനക്ക് വേണ്ടത്? വേണ്ടത് സാറിനല്ലേ? ആരാടാ നീ? ഞാനടാ നിന്റെ കാലൻ ശരവണൻ. വന്ന റാസ്കൽ, എന്റെ വീട്ടിൽ നിനക്കെന്നാടാ കാര്യം? എന്നെ തേടി വരുമെന്ന് അറിയാവുന്നോണ്ട് ഞാനൊരു ഏറ് മുമ്പേ എറിഞ്ഞു. അവരെ ഉപദ്രവിക്കാതെ അവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോണതാ നല്ലത്. പരാക്രമം വേണ്ട. തന്റെ ഭാര്യ ഇപ്പൊ സേഫാ. ഇനി അധികം നേരം അവിടെ നിന്നാ ചിലപ്പോ കാര്യങ്ങളുടെ പോക്ക് വേറെ വഴിക്കാവും. മര്യാദയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറ. ഏട്ടാ പ്ലീസ്, എന്നെ കൊല്ലു. എന്തായി തീരുമാനം? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലീസ് അവളെ ഒന്നും ചെയ്യരുത്. തിരിച്ചെത്തുന്നത് വരെ ഞാനിവിടെ കാവലുണ്ടാവും. അഥവാ തന്റെ വൃത്തികെട്ട വില്ലങ്കളി കളിച്ചാൽ ഭാര്യയെ പിന്നെ കാണുന്ന മോർച്ചറിയിലായിരിക്കും. പഴം വിഴുങ്ങുന്നവരെ നോക്കിക്കാ പോയി ജീവിക്കാറോ? ഈ ഒരു കൂടിക്കാഴ്ച വേണോ റഹ്മാനെ? വേണം. കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് പ്രശ്നങ്ങൾ തീരട്ടെ. കേസും വഴക്കൂലാതെ ഇവർക്ക് ഇവരുടെ വീട് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിക്കൂടെ? ചെല്ലു. റഹ്മാനെ വിട്ട് നിങ്ങളെ വിളിപ്പിക്കുമ്പോ സത്യം പറഞ്ഞാ വരില്ലെന്നാ ഞാൻ കരുതിയത്. താങ്ക്സ്. രവിശങ്കറിന് ഒരു തെറ്റ് പറ്റിയതാ. ചില അറിവില്ലായ്മകൾ എനിക്കും പറ്റി. എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു. കൊച്ചിയിൽ ഇത്രയും വിലമതിപ്പുള്ള സ്ഥലത്ത് കഷ്ടിച്ച് ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി വെച്ച് ദരിദ്രരെ പോലെ എന്തിനാണ് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്? നഗരത്തിൽ നിന്ന് കുറച്ചു മാറി നല്ലൊരു വീട് കണ്ടെത്തിക്കൂടെ? ഗോകുലം വീട്ടിൽ നിന്ന് അവിടേക്ക് താമസം മാറുകയാണെങ്കിൽ ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാനുള്ള പണം ഞാൻ തരും. ഗോകുലം വീട് നിൽക്കുന്ന സ്ഥലത്ത് തുടങ്ങാൻ പോകുന്ന പുതിയ പ്രോജക്റ്റിന് വേണ്ടി ലക്ഷങ്ങൾ ഇറക്കി കഴിഞ്ഞു. ഇനി അത് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ എനിക്കും എന്റെ അപ്പനും അത് നാണക്കേടാ. നോ, നിങ്ങൾ എത്ര കോടികൾ തരാന്ന് പറഞ്ഞാലും
ആ വീട് വിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നിന്റെ കല്യാണം, മായയുടെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ, ഇതിനൊക്കെ പണം വേണ്ടേ? എന്നും മുത്തശ്ശനും മുത്തശ്ശിയും കൂട്ടുണ്ടാവില്ല. നിങ്ങൾക്കും വേണ്ട ഒരു ജീവിതം. നിയമപ്രകാരം രവിശങ്കർ അർഹതപ്പെട്ടത് ആ വീട്. മറ്റു വഴികളും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എങ്കിലും ഒരു കോംപ്രമൈസ്, അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. വൈകുന്നേരത്തിനുള്ള ഒരു പോസിറ്റീവ് കോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഐസക്ക് പറഞ്ഞാ ശരി, രക്ഷപ്പെടാനുള്ള വഴി നഷ്ടപ്പെടുത്തരുത്. ഇല്ല, എന്റെ അമ്മ മരിച്ചു കിടക്കണ മണ്ണാ അത്. ഞങ്ങൾ ജീവിച്ചിരിക്കണ കാലത്തോളം അത് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. നിങ്ങൾ വന്നപ്പോ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വീട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഇപ്പോ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. പ്രതീക്ഷ കളയണ്ട, ആ വീട് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ഒരു മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു. ഇനിയുണ്ടല്ലോ 1 മണിക്കൂർ. എന്തിന് വെറുതെ വെയിറ്റ് ചെയ്യേ. എന്താ കാര്യം? കാര്യങ്ങളൊക്കെ ശരവണ്ണന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതുന്നു. സൂസി മേഡത്തിന് പ്രായപൂർത്തിയായ 2 പെൺമക്കളാ. ജോസേട്ടൻ വന്ന് കമ്പനിക്ക് വലിയ തുക പറഞ്ഞപ്പോ അവരതിലങ്ങ് വീണുപോയത് കുടുംബത്തെ ഓർത്ത് മാത്രമാണ്. അത് കഴിഞ്ഞ കഥ. ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ ജോസേട്ടന്റെ കമ്പനി രാജിവെച്ചു. അല്ലെങ്കിലും മേഡം കമ്പനി വിറ്റപ്പോ തന്നെ ഞാനും നിങ്ങളെപ്പോലെ കമ്പനി വിടേണ്ടതായിരുന്നു. അതെന്റെ തെറ്റ്. മലാക്ക കോളനിയിൽ നിന്ന് നിങ്ങൾ ഈ നഗരത്തിലേക്ക് എത്തിച്ചത് ഞാനാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കുറ്റബോധമുണ്ട്. നമുക്കൊന്നിച്ച് രക്ഷപ്പെടാനുള്ള പുതിയൊരു ഏർപ്പാടുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാനും സ്പിരിറ്റ് രാജാവ് കൃഷ്ണമൂർത്തിയും തമ്മിലുണ്ടാക്കിയ ഡീല് പ്രകാരം എന്റെ മലയാറ്റൂർ ഗോഡൌണിൽ സ്പിരിറ്റ് ലോഡ് എത്തിയിട്ടുണ്ട്. അത് കൊല്ലത്ത് വലിയ പള്ളി ഗിരീശ മുതലാളിക്ക് എത്തിച്ചു കൊടുത്താൽ ട്രിപ്പ് 1-ന് 25,000 രൂപ വെച്ച് ശരവണ്ണ് തരും. ഇപ്പോ എനിക്കും നിങ്ങൾക്കും പണമാണ് മുഖ്യം. എനിക്ക് പരിചയമില്ലാത്തൊരു ഏർപ്പാടും ഞാനില്ല. തങ്കപ്പാ, വാ പോവാം. അതെ ശരവണ, ഒന്നുകിൽ കോഴിക്കോട്ടേക്ക് പോകണം, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കണം. എന്തായാലും പണമാണ് വേണ്ടത്. ഒരു ട്രിപ്പ് അടിച്ചാൽ 25,000 രൂപയാണ് നിന്റെ പോക്കറ്റ് വീഴുന്ന. കൈവന്ന് കയറിയ മുത്തുലക്ഷ്മിയെ മഹാലക്ഷ്മിയെ തട്ടിക്കളയരുത്. നീ നല്ല നിലയിൽ എത്തണമെന്ന മൂസാക്കയുടെ ആഗ്രഹം നിറവേറ്റാണ് നമ്മളിവിടെ വന്നത്. അത് നീ മറക്കണ്ട. ചെയ്യുന്ന പണിക്ക് മുൻകൂർ പൈസ കിട്ടണം. ഒക്കെ ശരിയാക്കാം. നിങ്ങൾ എന്റെ കൂടെ നിന്നാ മാത്രം മതി. സർ, I called for you. താങ്ക് യു. ഹലോ, പുറപ്പെട്ടു കഴിഞ്ഞു. അവന്റെ വണ്ടി നമ്പർ KL01L 5364. താങ്ക്സ്. ഹലോ,
വരും. ഗുരുവായൂർക്കെന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടെ? അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. നമുക്കൊരാളെ ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് ഗുരുവായൂർക്ക് പോവാം. ഓക്കെ, വാ വാ. വരുമേ. എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഇതുവരെ അവർക്കൊന്നും പറ്റിയിട്ടില്ല. ഇനി പറ്റാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? തെറ്റ് ചെയ്ത നിങ്ങളല്ലേ ഞാനാ. നിങ്ങളുടെ മകൻ പറഞ്ഞ വാക്ക് കേട്ട് എന്റെ കയ്യിലിരുന്ന കാശ് മുമ്പും പിമ്പും നോക്കാതെ ഗോകുലം വീടിന് വേണ്ടി അവൻ എണ്ണിക്കൊടുത്തു എന്നുള്ളൊരു തെറ്റ്. വക്കീലെ, ആ പേപ്പർ അങ്ങോട്ട് കൊടുക്ക. ജോസേട്ടൻ പറഞ്ഞ ശരിയാ. ഗോകുലം വീട് വിൽക്കാൻ വേണ്ടി ഞാൻ ജോസേട്ടനിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് വിൽക്കാൻ നിനക്കെന്താ അവകാശം? എന്റെ അച്ഛന്റെ സ്വത്ത് എനിക്ക് അവകാശപ്പെട്ടതാ. ഗോകുലം വീട് ദാനം കൊടുത്ത പോലും നിനക്ക് ഞാൻ തരില്ല. വയസ്സാം കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ഈ ഒറ്റ മോനേ ഉള്ളൂ. എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. സ്വത്ത് എഴുതി കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ ഇവൻ കൊല്ലും. എഗ്രിമെന്റ് തെറ്റിച്ച ഇവനെ ഞാൻ കൊല്ലും. ഒരു ഇട്ടാവട്ടത്തിലുള്ള വീടിന് വേണ്ടി രണ്ടാളും മരിക്കണോ? വേണ്ടമ്മേ, ഒപ്പിടണ്ട. വെളച്ചിലെടുത്താലുണ്ടല്ലോ. ഇവന്മാർക്ക് പെമ്പിള്ളേരെന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ്സാ. പെണ്ണിന്റെ മേൽ ആണ് തൊട്ടാ നഷ്ടം പെണ്ണിനാ. മര്യാദയ്ക്ക് ഒപ്പിടാൻ പറഞ്ഞു. പറയില്ലല്ലേ? ഒപ്പിടാൻ ഇനിയല്ലോ